യാത്രക്ക് റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള കാപ്പാട് ബീച്ചിലേക്കാണ് പോകുന്നത്. എൻ്റെ കൂടെ 2 കുട്ടി പട്ടാളങ്ങൾ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. ബാക്കി കാഴ്ചകളെല്ലാം ബീച്ചിലെത്തിയതിനു ശേഷം നിങ്ങളെ കാണിക്കുന്നതാണ്. സോ റെഡി? ക്യാമറമാൻ ഇനൂസ് കയറൂ. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് ദൂരം യാത്ര ചെയ്താൽ ഈ ഒരു സ്പോട്ടിലെത്തും. ഇതുവഴി കാപ്പാട് മെയിൻ ബീച്ചിലേക്കുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. കടലിൻ്റെ ഭംഗിയും കാറ്റും ഒക്കെ ആസ്വദിച്ചു കൊണ്ട് അങ്ങനെ പോകാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വണ്ടി സൈഡാക്കി ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് കുട്ടികൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ മെയിൻ ബീച്ചിലേക്ക് വീണ്ടും യാത്ര തിരിച്ചു. ഈ റോഡിലൂടെ കുറച്ച് ദൂരം കൂടെ പോയാൽ മെയിൻ ബീച്ചിൻ്റെ എൻട്രൻസിലെത്തും. കേരള ചരിത്രത്തിൽ കാപ്പാട് ബീച്ചിനൊരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട് അല്ലേ? നമുക്കൊക്കെ അറിയുന്നത് പോലെ 1498 വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്തത് കോഴിക്കോട് കാപ്പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു ചരിത്ര സ്മാരകമൊക്കെ അവിടെയുണ്ട്. ഇതായി കാണുന്നതാണ് കാപ്പാട് ബീച്ചിൽ വാസ്കോഡ ഗാമ ലാൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ചരിത്ര സ്മാരകം. ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് തന്നെ തിരിച്ചു. പോകുന്ന വഴിയിൽ നല്ല ഭക്ഷണമൊക്കെ ലഭിക്കുന്ന ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിലേക്കുള്ള എൻട്രൻസിൽ തിരക്ക് അല്പം കുറഞ്ഞ ഏരിയ എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കാൻ തുടങ്ങി. ചിരണ്ടി ഐസ് ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങിക്കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം നടന്നു. പിന്നെ സ്കൂട്ടർ എടുത്ത് വീണ്ടും കാപ്പാട് പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് വന്നു. മുമ്പ് ഇവിടെ നിറയെ കാറ്റാടി മരങ്ങളായിരുന്നു കേട്ടോ. അന്നും ഇവിടെ വന്നിരിക്കലൊരു അടിപൊളി ഫീലാണ്. പക്ഷേ മുറ്റത്തെ മുല്ലക്ക് മണം ഇത്തിരി കുറവായി തോന്നിയതുകൊണ്ടാവാം വീട്ടിൽ വല്ല റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ മാത്രമേ അന്നൊക്കെ ബീച്ചിലേക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. കാരണം കാപ്പാട് ഇപ്പോൾ പഴയ കാപ്പാടൊന്നുമല്ല, അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെ ഉയർന്നു കഴിഞ്ഞു.
വേൾഡിലെ തന്നെ ക്ലീനസ്റ്റ് ബീച്ച് എന്നറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷനൊക്കെ ലഭിച്ച ബീച്ചാണ് ഇന്ന് ഞങ്ങളുടെ കാപ്പാട്. ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് എമിനൻറ്റ് ജൂറീസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡെൻമാർക്കിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇത് നൽകുന്നത്. ഈ ഒരു സർട്ടിഫിക്കേഷൻ ലഭിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. അത് ചില ക്രൈറ്റീരിയകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ക്ലെൻലിനെസ്, ബാത്തിങ് വാട്ടർ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് സർവീസ്, ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഫ്ലാഗ് ലഭിക്കുക. ശേഷം കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിനകത്തേക്ക്. ഈ ഒരു വാർഡിലുള്ളവർക്ക് പ്രവേശനം ഫ്രീ ആണ് കേട്ടോ. ചെമഞ്ചേരി പഞ്ചായത്തിലുള്ളവർക്കാണെങ്കിൽ 10 രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ്. ഈ കവാടത്തിലൂടെ അകത്തേക്ക് കയറിയാൽ ഇതിൻ്റെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒക്കെ വിശാലമായ പാർക്ക് തന്നെയാണ്. ക്ലെൻലിനെസ്സിൻ്റെ കാര്യം 100% ഗ്യാരണ്ടിയാണ് അവിടെ. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കടൽ തീരവും പാറക്കെട്ടുകളും കൊണ്ട് മനോഹരമാണ് കാപ്പാട് ബീച്ച്. 2020 പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് നൽകുന്ന രാജ്യാന്തര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റിന് രാജ്യത്തെ 8 തീരങ്ങളോടൊപ്പം കാപ്പാട് തീരത്തെയും തിരഞ്ഞെടുത്തത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വിഭവങ്ങൾ കൊണ്ടാണ് ഈ പാർക്കിൻ്റെ നിർമ്മാണങ്ങൾ. മുള കൊണ്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും വിവിധ തരത്തിലുള്ള ചെടികളും ഈ പാർക്കിനെ കൂടുതൽ ആകർഷണീയമാക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പ്രത്യേക ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഈ പാർക്കിൻ്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം കടലിൽ കുളിക്കാനുള്ള ഫെസിലിറ്റീസും ശേഷം ബാത്തിങ് ഫെസിലിറ്റീസും ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകതയിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. ഇന്നിപ്പോൾ ഗ്ലോബൽ ടൂറിസ്റ്റ് സ്പോട്ടാണ് കാപ്പാട് ബീച്ച്. കാപ്പാടിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ട് വാനിൽ പാറി പറക്കുന്ന ആ ബ്ലൂ ഫ്ലാഗ് ഉണ്ടല്ലോ, അതിപ്പോൾ കാപ്പാടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. ഇവരൊക്കെയാണ് ഈ പാർക്കിനെ ഇത്ര ഭംഗിയായിട്ട് പരിപാലിക്കുന്നവർ. ഇവരിൽ അധിക പേരും ഈ നാട്ടുകാർ തന്നെയാണ്. പരിചയക്കാരിയായ ഒരു ചേച്ചിയെ കണ്ടപ്പോൾ അവരോട് അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ സാധിച്ചു. ഭയങ്കര ആസ്വാദനം. ഇത് ഈ പാർക്കിലെ പ്ലേ ഏരിയ. ചെറിയ കുട്ടികളും വലിയവരൊക്കെ എൻജോയ്മെൻറ്റിലാണ്.
ഞങ്ങളും ഒട്ടും മോശമാക്കരുതല്ലോ. കുറച്ച് നേരം ഇവിടെ ഞങ്ങളും സ്പെൻഡ് ചെയ്തു. ഇത് പാർക്കിലെ ഫിറ്റ്നസ് ഏരിയയാണ്. രാവിലകളിൽ മോർണിംഗ് വാക്ക് ടീമുകൾ എക്സസൈസ് ചെയ്യാൻ ഇവിടെയാണ് അധികവും എത്താറ്. ഞായറാഴ്ചകളിൽ രാവിലെ ഞങ്ങളും ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ, ഇൻ ദ നെയിം ഓഫ് എക്സസൈസ്. പക്ഷേ കാര്യമായിട്ട് പരിപാടി ഞായറാഴ്ച മാത്രം ഒരു കൂട്ടം യുവാക്കൾ നടത്തുന്ന ഒരു മോഡേൺ തട്ടുകട അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല നാടൻ പൊറോട്ടയും ബീഫ് വരട്ടിയതും അടിപൊളി പലഹാരങ്ങളും കഴിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ ഞങ്ങൾ ഈ പാർക്കിന്റെ ഒരറ്റത്താണ് ഇരിക്കുന്നത്. ആ അറ്റത്ത് നിന്ന് ഞങ്ങൾ തുടങ്ങി ഇപ്പൊ ഈ ഒരു എൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് കാണാന്, കുട്ടികൾക്ക് കളിക്കാൻ, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ലൈഡുകളെല്ലാം ഇവിടെ. നല്ല ഇഷ്ടായോ? എന്തിലൊക്കെ കയറി? പിന്നെ സ്ലൈഡ് കയറി, പിന്നെ സ്വിങ്ങിങ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുന്ന് നേരെ കുറച്ചുകൂടെ ദൂരെ പോയാൽ, 1 കിലോമീറ്റർ ഒന്നും ഇല്ല, ഒരു 1/2 കിലോമീറ്റർ നമ്മൾ നേരെ പോയാൽ നമ്മൾ പാറകളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. കപ്പാട് ബീച്ചിന്റെ മറ്റൊരു മനോഹാരിതയാണ് അവിടെ. ഇവിടെ പാറപ്പുറത്തൊക്കെ കയറിയാൽ നല്ല വ്യൂ ആണ്. അപ്പൊ ഇനി നമുക്ക് നേരെ പാറപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിക്കാം. അസ്തമയത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു കിടിലൻ സംഭവം തന്നെയാണ്. അപ്പൊ റെഡിയാണോ റഫി? എന്താ അമ്മ ഇരിക്കുന്നേ? Oh my god. Please like. Please like, share, subscribe. Wow. കടലിൽ കളിച്ച് സമയം പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ സമയം 6:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം പാർക്കിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരെയുള്ള തൂവപ്പാറയിലേക്ക് പോയി.
ഇതാണ് തൂവപ്പാറ. ലേറ്റ് ആയതുകൊണ്ട് പാറപ്പുറത്തേക്ക് ഞങ്ങൾ കയറിയില്ല. ഇവിടെ നിന്നുകൊണ്ടുള്ള അസ്തമയം വളരെ ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ കാപ്പാട് ബീച്ച് റിസോർട്ട്. ഇതിൻ്റെ മുന്നിലൂടെയുള്ള റോഡ് എത്തിച്ചേരുന്നത് അങ്ങ് കൊയിലാണ്ടിയിലാണ്. ഈ റോഡിലൂടെയുള്ള യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്ന ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ ഇത്. ഈ ഒരു അസ്തമയ ഭംഗി ആസ്വദിക്കാതെ തിരിച്ചു പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ദൂരം സഞ്ചരിച്ചു. പിന്നീടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ബീച്ച് ഇഷ്ടമായല്ലോ. കാപ്പാട് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാതെയുള്ള കോഴിക്കോടൻ യാത്രകളൊക്കെ അപൂർണമാണെന്നാണ് കേരള ടൂറിസത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോലും പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കാപ്പാട് ബീച്ചിലേക്ക് സ്വാഗതം.